നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്ന് രണ്ട് തവണ അവരിങ്ങോട്ടും വന്ന് നമ്മൾ അങ്ങോട്ടും പോയി നിന്ന പിന്നെ ആളുകളും മീഡിയകളും ഒന്നും ഇക്കാര്യത്തിൽ വലിയ പ്രിയം കാണിക്കില്ല. അവരൊക്കെ മറ്റെന്തെങ്കിലും വാർത്തകളുടെ പിന്നാലെ വെക്കോളും. അങ്ങനെ ഒരു സബ്ജക്ട് വിട്ടില്ലെങ്കിലോ? നടിക്കാണെന്ന് എനിക്കറിയാം രാജു. എന്റെ പ്രണയം ഞാൻ തുറന്നു പറഞ്ഞപ്പോഴും ഓരോ തവണ എന്നിൽ നിന്ന് നീ അകലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴും കാലം നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയാണെന്ന് നീ എന്താ മനസ്സിലാക്കാത്ത? നീ അംഗീകരിക്കുന്നില്ലെങ്കിലും എല്ലാവരുടെ മുന്നിൽ ഞാനെന്ന് നിന്റെ ഭാര്യയെ അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ലവ് യു രാജു. ലൈറ്റ് ഓഫ് ചെയ്യുന്നില്ല മാഡം. ഓഫ് ചെയ്യാൻ പോവാ. അതെ സർ. ഓക്കെ, ശരി സർ. ഓക്കെ സർ. യാമിനി, യാമിനി. എന്താ ചേരേട്ടാ? എനിക്ക് എത്ര കോളാ വന്നെന്നറിയോ? ചേട്ടനെ നേരിട്ട് വിളിച്ച് ചോദിക്കാൻ പേടിയായിട്ട് എല്ലാവരും എന്നെ വിളിച്ച് ചോദിക്കുന്നേ. നടന്നൊക്കെ സത്യമാണോ? ചേട്ടന് ഋതുമോളോടുള്ള ദേഷ്യമൊക്കെ തീർന്നുവെന്ന്. എനിക്കും കുറെ കോൾസ് വന്നിരുന്നു. ആഹാ. പ്രതാപേട്ടൻ രാജുവിന്റെ വീട്ടിൽ പോയി ഋതികയെ കണ്ടതില് എല്ലാവർക്കും വലിയ സന്തോഷം ചേരേട്ടാ. അതെ സുമാരേട്ടാ. ഇല്ല, അക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചില്ല. അവളെ കാണാൻ പോയതിന് ഒന്ന് പ്രശംസിച്ചു. പിന്നെ CM സംസാരിച്ചതൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങളാ. ഇല്ല, ഭക്ഷണം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ആ ശരി സുമാരേട്ടാ, ഗുഡ് നൈറ്റ്. ചേട്ടൻ ഋതുമോളെ കാണാൻ പോയ കാര്യത്തെ കുറിച്ചാണോ CM ചേട്ടനെ വിളിച്ചപ്പോ സംസാരിച്ചത്? അതെ. ഞങ്ങൾക്കും ഒരുപാട് കോൾസ് വന്നിരുന്നു പ്രതാപേട്ട. 1-2 മണിക്കൂർ ഫോൺ താഴെ വെക്കാൻ സമയം കിട്ടിയില്ല. രാജുവിന്റെ ഐഡിയ നന്നായി വർക്കൗട്ടായി അല്ലേ? ഇപ്പൊ TV വെച്ചാലും സോഷ്യൽ മീഡിയ നോക്കിയാലും ചേട്ടൻ ഋതുമോളെ കാണാൻ പോയതാ ചർച്ചാ വിഷയം. അങ്ങനെ ആ പ്രശ്നം തീർന്നു. എന്ത് പ്രശ്നം തീർന്നു? അല്ല, ചേട്ടന്റെ പേരിലുണ്ടായിരുന്ന ചീത്തപ്പേര് മാറിയല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. പ്രതാപേട്ടൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഋതുമോളെ ചേട്ടനൊന്ന് കാണാൻ ചെന്നപ്പോ ഇത്രയും പോസിറ്റീവായിട്ടാണ് അഭിനന്ദനങ്ങളും വാർത്തകളും വന്നെങ്കിൽ ഋതുമോളെ കൂടെ രാജുവിനെയും കൂടെ ഒന്ന് ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും സന്തോഷാവും. ചിലർക്കൊക്കെ 100% ഉറപ്പും വരും. എന്തുറപ്പ്? അത് ചേട്ടാ, എന്നെ ഫോൺ ചെയ്ത് 1-2 പേര് ചോദിച്ചു. ഇമേജ് തിരിച്ചുപിടിക്കാൻ വേണ്ടി പേരിന് ഒന്നും മകളെ കാണാൻ പോയതല്ലേ ചേട്ടനെന്ന്. അതങ്ങനെയല്ലാന്ന് മറ്റുള്ളവരെ നമുക്ക് ബോധിപ്പിക്കണ്ടേ? അതെ ചേട്ടാ, യാമിനി പറഞ്ഞാൽ ശരിയാ. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എന്താ വേണ്ടത്? സംസാരിക്കാനും ഷെയർ ചെയ്യാനും ചൂടുള്ള ഒരു വാർത്ത വേണം. 1-2 തവണ അവരിങ്ങോട്ടും വന്ന് നമ്മൾ അങ്ങോട്ടും പോയി നിന്ന പിന്നെ ആളുകളും മീഡിയകളും ഒന്നും ഇക്കാര്യത്തിൽ വലിയ പ്രിയം കാണിക്കില്ല. അവരൊക്കെ മറ്റെന്തെങ്കിലും വാർത്തകളുടെ പിന്നാലെ വെക്കോളും. അങ്ങനെ ഒരു സബ്ജക്ട് വിട്ടില്ലെങ്കിലോ? നാട്ടുകാരും മീഡിയക്കാരും മന്ത്രി പ്രതാപ വർമ്മയുടെയും മകളുടെയും ജീവിതത്തെ തന്നെ ഫോക്കസ് ചെയ്ത് തുടരാനാണ് ഉദ്ദേശമെങ്കിലോ? ചെറിയമ്മ വെറുതെ ഓരോന്നും പറഞ്ഞെന്തിനാ അമ്മാനെ കൺഫ്യൂസ് ആക്കുന്നത്? അവൾ ഈ കുടുംബത്തോട് ചെയ്തതൊക്കെ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മറക്കാൻ പറ്റുന്നേ? ദീപകേ, നീ മിണ്ടാതിരിക്കേ. അമ്മേ, ഞാൻ മിണ്ടാതിരിക്കാൻ. പ്രതാപ, ശേഖരൻ പറഞ്ഞതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? ഋതുമോളെയും രാജുവിനെയും
ഈ വീട്ടിലേക്ക് അതിഥികളായി ക്ഷണിച്ചു വരുത്തി നിനക്ക് രാജുവിന്റെ വീട്ടിൽ നിന്നും ലഭിച്ച സൽക്കാരം അവർക്ക് തിരിച്ചു നൽകണമെന്നുണ്ടോ? എന്താ ചേച്ചിയുടെ അഭിപ്രായം? ഋതുമോളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് നീ വിചാരിക്കരുത്. ഋതുമോളെയും രാജുവിനെയും ഈ വീട്ടിലേക്ക് ക്ഷണിക്കണം. അവർക്ക് നൽകേണ്ട മര്യാദ നൽകി അവരെ ക്ഷണിക്കണം, സൽക്കരിക്കണം. അതും വാർത്തയാവട്ടെ, സംസാര വിഷയമാവട്ടെ. വേണ്ടത് എന്താന്ന് വെച്ചാ ചേച്ചി ചെയ്യ്. യാമിനി, ഡിന്നർ റെഡിയല്ലേ? ആ റെഡിയാ പ്രതാപേട്ട. എടുത്തു വെക്കാം. ഞാൻ എടുത്തു വെക്കാം. ശേഖര വാ. മോളെ മോളെ വാതില് തുറക്ക്. മോളെ മോനെ രാജു. അയ്യോ അമ്മ, ഋതിക മേഡം വാതിലോർക്ക്. എന്താ രാധമേ? ദാ വെള്ളം. മോളിന്ന് വളരെ കുറച്ച് ഭക്ഷണമല്ലേ കഴിച്ചുള്ളൂ. രാത്രിയിൽ ഞാൻ കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ച് ശീലിച്ചു പോയതുകൊണ്ടാ രാധമ്മ. എന്തോ കഴിക്കുമ്പോ കുട്ടികള് വയറു നിറച്ച ആഹാരം കഴിച്ചില്ലെങ്കിൽ എനിക്കെന്തോ വല്ലാത്ത വിഷമാ. എന്റെ പൊന്നു രാധമ്മയല്ലേ, വിഷമിക്കല്ലേ. നാളെ ഞാൻ രാധമ്മ പറയുന്നത് പോലെ വയറ് നിറച്ച് കഴിച്ചോളാം. ശരി മോളെ. കണ്ടോടാ മോൾ ഇന്ന് എത്ര സന്തോഷത്തിലാണെന്ന്. അത് പിന്നെ വർമ്മ സാറ് ആദ്യമായി ക്ഷണം സ്വീകരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്ന ദിവസമല്ലേ. ഇന്നത്തെ ഈ സന്തോഷം കാണുമ്പോ ഇതിനൊക്കെയുള്ള സ്പെഷ്യൽ ട്രീറ്റ് വേണം. കേട്ടോ ഋതിക മേഡം? ഡാ ചുമ്മാരിയടാ, മോളോടാണോ നീ ട്രീറ്റ് ചോദിക്കുന്നത്? ഭാര്യയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്ക രാധമ്മ. അയ്യടാ, അവന്റെ മോഹം കണ്ടില്ലേ, ചമ്മിപ്പോയി. ഇത് യാമിനി മേഡം ആണല്ലോ. ഹലോ യാമിനി മേഡം. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്താ രാജു ചെറിയമ്മ പറഞ്ഞത്? അച്ഛൻ ഇവിടെ വന്നത് പ്രശ്നമായോ? എന്താ രാജു? അത് ഋതിക മേഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.